പ്രിയമുള്ളവരെ, ഇത്തിരി വെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മുടെ വീടിൻ്റെ പുരയിടത്തിൽ തന്നെ ഞാൻ കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ വലിയ വലിയ കൊലകൾ എനിക്ക് കിട്ടാറുണ്ട്. അത് നമ്മുടെ അയൽക്കാർക്കൊക്കെ കൊടുത്തതിന് ശേഷം അധികം വരികയാണെങ്കിൽ ഞാൻ വിൽക്കും. ഇന്ന് ഞാൻ വാഴക്കുലകൾ, എൻ്റെ റോബസ്റ്റ കൊലകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തന്നെ ഇതിന് ചാണകവും അതുപോലെ തന്നെ എല്ലുപൊടിയും അതുപോലെ തന്നെ ജലസേചനവും കൊടുത്താണ് ഇതിനെല്ലാം വളർത്തിയെടുക്കുന്നത്. ഇന്ന് ഒരു വിളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കുലയാണ്. അത് ചെറുതാണ്, നമ്മുടെ വീട്ടാവശ്യത്തിനും അടുത്ത വീടുകളിൽ കൊടുക്കാൻ മാത്രമുള്ള പഴം മാത്രമേ അതിലുള്ളൂ. നല്ലതുപോലെ വിളഞ്ഞു നിൽക്കുകയാണ് അത് ഇന്ന് ഞാൻ അതിൻ്റെ ഫലമെടുപ്പാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് വലിയൊരു കൊല എനിക്ക് ലഭിച്ചു. അത് എൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരു കൊലയാണ്. അതും ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. മാത്രമല്ല, ചുറ്റുപാട് നല്ല വലിയ വലിയ കൊലകൾ ഇവിടെ നിൽപ്പുണ്ട്. വലിയ കൊലകളാണ്. അത് നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അതിന് ഞാൻ ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചതാണ്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് കൊലകളുണ്ട്. എൻ്റെ വീടിൻ്റെ ചുറ്റും നിൽക്കുന്നതായ കൊലകളാണ്. ഒരുപാട് വാഴകൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കൊലയാണ്. ഇത് വലുതാണ്, വലിയൊരു കൊലയാണ്. അത് നിറയെ ആയിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു വലിയ കൊലയുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരുന്നേ ഉള്ളൂ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വളർച്ച ഈ കായ്ക്കൊക്കെ ദൃഢതയില്ലാതാവും. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അത് നല്ല വലിപ്പമുള്ള കൊലയാണ്. വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ല ദൃഢത കിട്ടും. ഇതിൽ യാതൊരു കൃത്രിമ വളവുമില്ല. എല്ലാം ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രം വെള്ളം കൊടുത്ത് വളർത്തുന്നതായ ഈ വാഴകളാണല്ല. ചുറ്റും വാഴകളാണ്. എൻ്റെ വീടിൻ്റെ പുരയിടത്തിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് ഇതിൻ്റെ ഫലമെടുക്കുമ്പോൾ എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിന് അതിലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ഞാലിക്കൊലയുണ്ട്. ഞാലിക്കൊല കപ്പവാഴ ഞാൻ ചുറ്റും വെച്ചിട്ടുണ്ട്. കപ്പവാഴയാണ്, ഇതെല്ലാം കപ്പവാഴയാണ്. കപ്പവാഴ ചുറ്റുമുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ഈ വാഴയോടും ഈ ചെടികളോടും എപ്പം ഞാൻ കൂടി നിൽക്കും. ഇതൊരു കപ്പവാഴയാണ്. നല്ല കൊല ഇതിരുന്ന് എനിക്ക് 2 കൊല കിട്ടിയതാണ്. അന്ന് എനിക്കിത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ചുറ്റും വാഴകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വേറൊരു കൊലയുണ്ട്. നല്ലൊരു കൊലയാണിത്. നല്ല വലിപ്പമുള്ള കൊലയാണ്. ഇതിപ്പോ ഞാന് ഫലമെടുക്കുന്ന, അതുപോലെ തന്നെ ഇവിടെയും ഒരു വലിയ കൊലയുണ്ട്. അത് വലിയ കൊലയാണ്. ഇതിലൊക്കെ ഏറ്റവും വലുതാണ് ഈ കൊല. അത് കൂമ്പ് ആണ്, വലിയ കൊലയാണ്. അതും വലിയ കൊലയാണ്. എൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇതെല്ലാം നിൽക്കുന്നത്. അത് ഇപ്പൊ ഞാൻ നമുക്കിപ്പോ കഴിക്കുവാനായിട്ട് പരുവത്തിനായിട്ടുള്ള ഈ വാഴക്കൊല ഞാനിപ്പോൾ മുറിച്ച് എടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്.
കയ്യിൽ നിന്ന് പോയി. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറ നമ്മുടെ ഉടുപ്പിലോ ലുങ്കിയിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അതിഭയങ്കരമായ കറയാണ്. പിന്നെ തീയിലിട്ടാൽ പോലും പോവില്ല. അതാണ് നല്ല ദൃഢതയുള്ള കൊലയാണ്. ഈ ഫലം എടുക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളോട് ആ സന്തോഷം പങ്കിടുവാനായിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഓരോ കൃഷി ചെയ്യുമ്പം എല്ലാവർക്കും സന്തോഷം വരും. നമുക്ക് അത് മാത്രമല്ല, വിഷമില്ലാത്തതായ പഴം നമുക്ക് കഴിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു ആൾ.